ബ്രിട്ടീഷുകാർ തന്ന പേര് കേരള, അതിനെ മാറ്റി കേരളം എന്നത് ആക്കിയത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്. 70 കൊല്ലം. ഇങ്ങേര് എന്തെന്നായി പറയുന്നത്? കേരള എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് അഥവാ ഇംഗ്ലീഷ് പറഞ്ഞിരുന്നത് മലയാളത്തിൽ എക്കാലവും അത് കേരളം എന്ന് തന്നെയായിരുന്നു. എന്നും എക്കാലവും അങ്ങനെയാണ് മലയാളികൾ എഴുതിയിട്ടുള്ളത്, വായിച്ചിട്ടുള്ളതും. അത് മനസ്സിലാക്കണമെന്ന് മലയാളിയായിരിക്കണ്ടേ? അതിങ്ങനെ മലയാളിയാണോ? ബാംഗ്ലൂരിൽ നല്ല നിലയിൽ ബിസിനസ് നടത്തിയിരുന്ന ബിസിനസ്സുകളിൽ ഏറ്റവും വലിയ ബിസിനസ്സാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കി ആ ബിസിനസ് വിട്ട് ആ രാഷ്ട്രീയത്തിലേക്ക് വന്നു. എന്തു വേണ്ടി? ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ പോലും ഇപ്പൊ സ്വന്തമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ BJP ക്രമാനുഗതമായിട്ടാണെങ്കിലും വളർച്ച പ്രാപിക്കുന്നത്. കേരളത്തിൽ വന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആവശ്യങ്ങളെ പറ്റി, എയിംസ് മുതൽ ഇങ്ങോട്ട് എണ്ണമറ്റ ആവശ്യങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. പേരെന്തോ ആയിക്കോട്ടെ, ഹോട്ടലുകളൊക്കെ പൂട്ടി, LPG ക്ഷാമം, വീടുകളിലും സിലിണ്ടർ തീർന്നുകൊണ്ടിരിക്കുന്നു. കഷ്ടമാണെന്ന് ഓർക്കണം. ഇന്ത്യൻ സമ്പദ്ഘടന വളർന്നങ്ങോട്ട് 3 ട്രില്യനായി എന്നുള്ളതാണ് അവകാശവാദം. എന്തിന്? 1 മാസത്തേനുള്ള LPG ബഫർ സ്റ്റോക്ക് പോലുമില്ല, അല്ലെങ്കിൽ കരുതൽ ശേഖരം. ഇനിയിപ്പോ പെട്രോൾ തീരുമ്പോഴോ വാഹനങ്ങളൊക്കെ ഓടാതെയാകും. എന്ന് പറഞ്ഞാൽ വേണ്ടത്ര കരുതൽ ശേഖരം നമ്മൾ കരുതിയിട്ടില്ല എന്ന് തന്നെ അർത്ഥം. ഞങ്ങൾ ഇസ്രായേലിന് കൂടെയാണ് എന്ന് പറഞ്ഞതിന്റെ അനുഭവം മനസ്സിലായോ? ട്രംപ് പറഞ്ഞു ഇതാ 1 മാസം അനുഭവിച്ചിരിക്കുന്നു റഷ്യയിൽ എണ്ണ വാങ്ങാൻ. എന്താ പറയാനും? ഒരു പറയാനും ഉണ്ടായില്ല. ഇറാൻ ഇപ്പൊ അനുഭവിച്ചിരിക്കുന്നു ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോരുവാൻ. അതുകൊണ്ട് 2 കപ്പലുകൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് ആ എണ്ണ ശേഖരവുമായിട്ട്. അപ്പോ ഇന്ത്യ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യക്ക് ഇറാനും വേണം, ഇസ്രയേലും വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നയം ചേരിചേരാ നയം. നെഹ്റുവിന്റെ കാലം മുതൽ കലാകാലമായി നമ്മൾ തുടർന്നു വന്നിരുന്ന നയം ചേരിചേരാ നയം. അത് തന്നെയാണ് ശരിയായ നയം. അതല്ലാതെ ഏതെങ്കിലും ചേരിയിൽ പെടുക എന്നുള്ളതല്ല. ആ ലോക പോലീസായ അമേരിക്ക നോക്കിയിട്ട് ഗൾഫ് കൺട്രീസിന് പോലും സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നില്ല. പിന്നെ ഇന്ത്യയുടെ കാര്യം പറയണോ? അതുകൊണ്ട് ട്രംപ് ചേട്ടനെ വിശ്വസിക്കുന്നത് ഒരു പരിധി വരെയെങ്കിലും പരിമിതപ്പെടുന്നത് തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും ഉചിതം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. താങ്ക് യു.